നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ഈ ചെയ്യുന്നത് നിന്നോടുള്ള ഔദാര്യമല്ല, നിന്റെ അവകാശമാ. ഇത് പൂജയുടെ ആഗ്രഹം കൂടിയാ. ഇനിയുള്ള നിന്റെ ജീവിതം പൂജ മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകും. നിനക്ക് വേണ്ടി ബാക്കി എല്ലാവരോടും ഒറ്റയ്ക്ക് നിന്ന് പൂജ യുദ്ധം ചെയ്തു. കൂട്ടത്തിൽ മധുവും നിന്നു. തോറ്റുപോകുന്നുള്ള അവസ്ഥ പല ഘട്ടത്തിലും വന്നു. പക്ഷേ പൂജ പതറിയില്ല. എത്ര തല്ല നിനക്ക് വേണ്ടി പൂജ കൊണ്ടത്. തല്ലുകളൊന്നും പൂജയെ പിന്തിരിപ്പിച്ചില്ല. നാളെ നിന്നെ പോകാൻ ഞാൻ സമ്മതിച്ചാലും പൂജ അനുവദിക്കില്ല. പൂജയ്ക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ഇനി ചെയ്യാനും പോകുന്നില്ല. അഞ്ജനാമേ, അച്ഛമ്മ ഇത്രയും സ്നേഹത്തോടെ പറയല്ലേ. ഞങ്ങൾ എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ അച്ഛമ്മ പറഞ്ഞത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അതെ, അഞ്ജന ചേച്ചിയെ ഞങ്ങൾ വിടില്ല. ഞങ്ങളോടൊപ്പം നിൽക്കണം. അതെ ആന്റി, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും അതാ. ആന്റി തിരിച്ചു പോകണമെങ്കിൽ അതെങ്ങോട്ടാ? ഭർത്താവിന്റെ വേഷമിട്ടൊരു ദുഷ്ടൻ അവിടെ ഉണ്ട്. അയാളുടെ വയലേക്കാണോ? പിന്നെ സഹോദരന്റെ രൂപത്തിൽ ഒരാളുണ്ട്, കമ്മീഷണർ. സ്നേഹിച്ചു കൊല്ലുന്ന ആ ദുഷ്ടന്റെ കയ്യിലേക്കാണോ? ഇല്ല, അഞ്ജന ആന്റി ഇവിടെ തന്നെ താമസിക്കണം. എന്തടിസ്ഥാനത്തിലാണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നെങ്കിൽ എന്റെ മകളായിട്ട് നീ ഇവിടെ നിൽക്കും. എന്റെ മകളായി തന്നെ ഞാൻ നിന്നെ അംഗീകരിക്കും. തീർന്നില്ലേ? ഇന്ന് ഞാനും എന്റെ മോളും ഒരു മുറിയിലാ ഉറങ്ങുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മോള് വാ. വാ. നിന്നെ എല്ലാം കൂടി ഒരു 10 വയസ്സ് ഒറ്റയടിക്കങ്ങ് കൂടിയ തോന്നല. കേസും ഓട്ടവും ബഹളവും ടെൻഷനും വഴക്കും ഇറങ്ങിപ്പോക്കും തിരിച്ചു കൊണ്ടുവരലും ഒക്കെ കൂടി പ്രായം അങ്ങ് ഒറ്റയടിക്ക് കൂടിയതുപോലെ. തലമുടിയൊക്കെ ഉടനെ തന്നെ നരയ്ക്കും. അതെ, ഒരു മിനിറ്റ്. എന്താ? ഒരു 15 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞത് കേട്ടില്ലേ? 15 വയസ്സ് കുറഞ്ഞിട്ടുണ്ട് എന്ന്. തലച്ചോറും ശരീരവും നന്നായിട്ട് വർക്ക് ചെയ്ത കുറച്ച് ദിവസങ്ങളായിരുന്നല്ലോ കടന്നു പോയത്. പുതിയ ആശയങ്ങൾ, പുതിയ പരീക്ഷണങ്ങൾ, പുതിയ ചിന്തകൾ, അങ്ങനെ ഒരു യങ് അർജുനായിട്ടുണ്ട്. ചുമ്മാ തട്ടിവിടുകയാണല്ലേ? തട്ടിവിടുവൊന്നും അല്ല മനുഷ്യ, ഉള്ളതാ പറഞ്ഞ. ശരിയാ, പ്രായം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കുറച്ചുകൂടി തേജസ്, കുറെ കൂടി തെളിച്ചം, കുറെ കൂടി സൗന്ദര്യം. ഇപ്പൊ മനസ്സിലായല്ലോ. ഞാനേ തന്നെ കുറിച്ചാ പറയുന്നേ. സാധാരണ പറയും ഭാര്യയെ പൊന്നുപോലെ നോക്കുന്ന ഭർത്താവാണെന്ന്. ഇവിടെ ഇപ്പൊ തിരിച്ചാ, ഭർത്താവിനെ പൊന്നുപോലെ നോക്കുന്ന ഭാര്യ. എന്തൊരു തള്ളാണപ്പാ. എന്ത് തള്ളു? ഞാൻ സത്യം പറഞ്ഞതാ. ശരി, ഇഷ്ടപ്പെടില്ലെങ്കിൽ പറഞ്ഞേക്ക്, ഞാൻ പിൻവലിക്കാം. വേണ്ട, പറഞ്ഞതൊക്കെ കിടന്നോട്ടെ. പിന്നെ അജുവേട്ട, ഒരു കാര്യം. എന്താ? നമ്മള് പലവട്ടം ആലോചിച്ച കാര്യം തന്നെയാ. എന്ത്? രാധമോളെ അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, നമ്മുടെ മകളായി എടുക്കുന്നതിനെ കുറിച്ച്. അതിന്റെ സാധ്യതകളൊന്നും അന്വേഷിക്കണ്ടേ? പൂജ, നമുക്കൊരു മകളെ ദൈവം തന്നില്ലേ? രാധമോൾക്ക് കൊടുക്കുന്ന സ്നേഹം കൂടി നമ്മുടെ മോൾക്ക് കൊടുത്താ പോരെ? ഈ മോള് നമ്മുടെ പുന്നാരമോള് തന്നെയാ. പക്ഷെ അജുവേട്ടാ, സ്നേഹസദനത്തിലെ ആ മോള് അതും എന്റെ മോളാണെന്ന് മനസ്സിലാരോ പറയുന്നു. അങ്ങനൊരു ചിന്ത വരുമ്പോ അതിൽ നിന്നൊന്നും മാറാൻ നോക്കും. പക്ഷെ പറ്റുന്നില്ല അജുവേട്ടാ. ആ മോൾ ഓരോ ദിവസം കഴിയും തോറും എന്റെ ജീവിതത്തിലേക്ക് അടുത്തു വരും പോലെ. പൂജ,
എടോ, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വേണം നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ. രാധമോളെ വല്ലാതെ അങ്ങ് മനസ്സിൽ കയറ്റിയിട്ട് അവസാനം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് വലിയ പ്രയാസം ഉണ്ടാക്കും. കൃഷ്ണമോൾ, അവള് നമ്മുടെ നിധിയ. നമുക്ക് കൃഷ്ണമോളെ കുറിച്ച് ചിന്തിക്കാം, സ്വപ്നം കാണാം. ബാക്കിയൊക്കെ അതിൻ്റെതായ വഴിക്ക് വരട്ടെ. നോക്കി, തൽക്കാലം അത് മതി. നമുക്ക് നോക്കാം. പിന്നെ എന്തെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ആ വഴി നീങ്ങാം. ഇപ്പതാ ഞാനും താനും നമ്മുടെ മോളും. ഒരു വലിയ പ്രശ്നം തൽക്കാലത്തേക്ക് അവസാനിച്ചിരിക്കുക. അതിന്റെ സന്തോഷം തൽക്കാലം കളയണ്ട. വാ. അഞ്ജന, നീ എവിടെയാ? അഞ്ജന! അർജുൻ, മോളെ പൂജേ, ഒന്നും വേഗം വന്നേ. ഏയ്, ഒച്ചത്തിൽ വിളിച്ച് ശബ്ദം ഉണ്ടാക്കണ്ട. ആരെയും വിളിച്ചിട്ട് കാര്യമില്ല. കാലം വരുമ്പോ ഉറക്കെ കരഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാണോ വരുന്നത് അതും കൊണ്ടേ പോകും. ഉയിരായാലും ഉടലായാലും. നിന്റെ വീട്ടിൽ വന്ന് ഇത്ര ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ വേറെ ആർക്കാണോ ധൈര്യം? പറയണം. ഞാനാ ഹേമേന്ദ്രൻ. നീ എന്നോട് പറഞ്ഞു നിന്റെ കുടുംബത്തിൽ കയറി കളിച്ച നീ ഇടപെടുന്നു. എന്നാൽ ഞാൻ നിന്റെ അടുക്കം മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, ഇനി ഒരു വരവ് കൂടി എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തരുതെന്ന്. എന്നാ ഇപ്പോ നീയായിട്ടത് ചെയ്തു. എന്നോടുള്ള ഭയം കൊണ്ട് നീ എന്റെ സഹോദരിയെ തട്ടിക്കൊണ്ടുവന്നു അല്ലടാ? അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുത്തശ്ശിയെ തട്ടിക്കൊണ്ടുപോയത്. പക്ഷെ നീ ആളും ബലവുമായി വന്ന് അവരെ മോചിപ്പിച്ചോണ്ട് പോയി അല്ലേ? അപ്പോ എന്റെ സഹോദരിയെ ഇറക്കി വിടേണ്ടത് നിന്റെ കടമയല്ലടാ. എന്നിട്ടെന്താ നീ അത് ചെയ്യാത്തത്? എന്റെ സഹോദരിയെ ഇവിടെ തടഞ്ഞു വെച്ചാ നിനക്ക് രക്ഷപ്പെടാന്ന് കരുതിയോടാ?
ഹ്യൂമൻ ഷീൽഡ്. നിനക്കെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്ത അത് തടഞ്ഞു നിർത്താൻ, നിന്നെ സംരക്ഷിച്ചു പിടിക്കാൻ ഒരു രക്ഷാകവചം